അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 24, 2023 രാജസ്ഥാനിലെ ഭരത്പൂരിലെ നദ്ബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഗസ്കഞ്ച് റോഡിൽ അനുരാഗ് എന്ന് പറയുന്ന ഒരു പയ്യൻ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 17 വയസ്സായിരുന്നു കേട്ടോ ആ പയ്യന്റെ പ്രായം. ആ പയ്യന്റെ ബാക്കിൽ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. 36 വയസ്സുള്ള സുധാ ചൗധരി ആയിരുന്നു അത്. അപ്പോൾ അവരവരുടെ ബിസിനസ് സ്ഥാപനത്തിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇവര് പോകുന്ന പോക്കിൽ മാർക്കറ്റിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം എന്തൊക്കെയാ കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു റെഗുലർ അമ്മ മകൻ കോൺവെർസേഷൻ ഇവരുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഒരു സ്കൂട്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ അധികം ആളില്ലാത്ത ഒരു സ്പീഡ് ബ്രേക്കറൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവരുടെ വണ്ടി ഒന്ന് സ്ലോ ആവുകയാണ്. ആ സമയത്ത് ഇവരൊരു ബൈക്ക് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബൈക്ക് കുറച്ച് നേരായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്പീഡ് ബ്രേക്കറിൻ്റെ അവിടെ ഇവരുടെ വണ്ടിയുടെ സ്പീഡ് കുറച്ച ടൈമിൽ ആ ബൈക്ക് പെട്ടെന്നുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ ആ ബൈക്കിൻ്റെ പിന്നിലിരുന്നിരുന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് നേരെ ഒരു സുധാ ചൗധരിയെ വെടിവെക്കുകയായിരുന്നു. അവരുടെ കഴുത്തിലും അതുപോലെ തന്നെ ഇടുപ്പിലും വെടിയേറ്റു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിരുന്ന അനുരാഗിന് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ വണ്ടിയിൽ നിന്ന് നിലത്തോട്ട് വീഴാണ്. ആ ഒരു പയ്യൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താണ്. എന്നിട്ട് അമ്മയുടെ അടുത്തോട്ട് ഓടി വരികയും ചെയ്തു. അപ്പോൾ ബുള്ളറ്റ് വൂൺസോട് കൂടിയിട്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ അമ്മയായിരുന്നു ആ ഒരു പയ്യൻ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, ആരാണ് വന്നത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആ ഒരു പയ്യനെ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നടക്കുന്നത് ഒരു 15-20 സെക്കൻഡിൻ്റെ ഉള്ളിലായിരിക്കും. പട്ടാപ്പകലായിരുന്നു ഇത്തരത്തിലുള്ളൊരു ഇൻസിഡന്റ് നടന്നത്. അപ്പോൾ ചുറ്റുള്ള ആളുകളെല്ലാവരും തന്നെ ഓടിക്കൂടുകയാണ്. ഉടനെ തന്നെ ആംബുലൻസിനെ വിവരം അറിയിച്ചു. ആംബുലൻസിൽ കയറ്റിയിട്ട് ഇവരെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തി ഇവരെ പരിശോധിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബുള്ളറ്റ് വൂൺസും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ദേഹത്തുള്ളത്. ഇതൊരു മേർഡർ ആണെന്ന് മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ നദ്ബൈ പോലീസ് സ്റ്റേഷനിലത്തെ ഉദ്യോഗസ്ഥർ അവിടോട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ അന്ന് സുധാ ചൗധരിക്ക് അത്തരത്തിലുള്ളൊരു ഇൻസിഡന്റ് സംഭവിക്കാനുള്ള കാരണം എന്തായിരുന്നു, അതുപോലെ ഇവരെ രണ്ടുപേരെയും ഫോളോ ചെയ്തു വന്ന ആ 2 പേർ ആരാണ്, ഇങ്ങനെ കൊല ചെയ്യാനും മാത്രം എന്ത് തെറ്റായിരുന്നു സുധാ ചൗധരി അവരോട് ചെയ്തിട്ടുണ്ടായത്? 2023 രാജസ്ഥാൻ മുഴുവൻ ചർച്ചാ വിഷയമായ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പട്ടാപ്പകൽ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് നടന്നത് അവിടെ വലിയ വാർത്തയാവുകയാണ്. ആദ്യം ലോക്കൽ ചാനലുകളിലൊക്കെ വന്നു. അതിനുശേഷം സ്റ്റേറ്റ് മുഴുവൻ ഈ ഒരു കാര്യം സംസാര വിഷയമാവുകയായിരുന്നു. സ്വാഭാവികമായിട്ടും പോലീസിന് പൊളിറ്റിക്കൽ പ്രഷറും മറ്റൊക്കെ വരികയാണ്. അപ്പോഴത്തേനും നദ്ബായ് പോലീസ് സ്റ്റേഷനിലത്തെ ഉദ്യോഗസ്ഥർ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രൈം സീനിലോട്ട് അവിടുത്തെ SP-യും DSP ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു എന്താ പറയുക, ഷൂട്ടിങ്ങും കാര്യങ്ങളും നടന്ന സ്ഥലത്ത് നിന്ന് ബുള്ളറ്റിൻ്റെ കേസിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവിടെ അടുത്തുള്ള കടകളിലും മറ്റുമൊക്കെ അവർ എൻക്വയറി ചെയ്യുകയായിരുന്നു. പിന്നെ ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ കളക്ട് ചെയ്തിട്ട് പരിശോധിക്കുകയാണ്. ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ ഫോം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. മരിച്ച സുധയുടെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. ബോഡി ഏറ്റുവാങ്ങിയത് സുധയുടെ അച്ഛനും അതുപോലെ തന്നെ മകനായിട്ടുള്ള അനുരാഗുമായിരുന്നു. അങ്ങനെ ഈ സ്ത്രീയുടെ മരണാനന്തര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. അതിനുശേഷം ഈ അനുരാഗ് എന്ന് പറയുന്ന പയ്യനും അതുപോലെ തന്നെ ആ പയ്യന്റെ മുത്തശ്ശനും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് എത്തുകയായിരുന്നു. ബദൻ സിംഗ് എന്നായിരുന്നു അനുരാഗിന്റെ മുത്തശ്ശന്റെ പേര്. അവര് ഈ ഒരു സുധയുടെ അച്ഛനായിരുന്നു. അപ്പോൾ അനുരാഗ് പോലീസിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് സംശയം തൻ്റെ ചിറ്റപ്പനായിട്ടുള്ള മനോജ് ചൗധരിയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ തൻ്റെ രണ്ടാനമ്മയായിട്ടുള്ള സുശീല ചൗധരിക്കും ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തനിക്ക് സംശയമുണ്ടെന്ന് കൂടെ ഈ ഒരു പയ്യൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, ഇവർ 3 പേരും തമ്മിൽ എന്താണ് പ്രശ്നം? അതായത് മരിച്ചുപോയ സുധാ ചൗധരിയും അതുപോലെ തന്നെ ഈ ഒരു മനോജ് ചൗധരിയും സുശീല ചൗധരിയും തമ്മിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് അനുരാഗിൻ്റെ അടുത്ത് പോലീസുകാർ പറയുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെ കുറേ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാവുകയാണ്. ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സുധാ ചൗധരിയുടെ വിവാഹം കഴിയുന്നത്. ഉത്തർപ്രദേശ് ആയിരുന്നു കേട്ടോ അവരുടെ സ്വന്തം നാട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനായിട്ടുള്ള ബദൻ സിംഗ് ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വിവാഹാലോചനകളും മറ്റുമൊക്കെ നോക്കുമ്പോഴാണ് ഈ പയ്യന്റെ ആലോചന വരുന്നത്. അതാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പേന്ദ്ര ചൗധരി എന്ന് പറയുന്ന ഒരാളുടെ ആലോചനയായിരുന്നു. രാജസ്ഥാനിലെ നദ്ബായിലായിരുന്നു ആളുടെ വീട്. അപ്പോൾ ആളൊരു CRPF ഉദ്യോഗസ്ഥനായിരുന്നു. അതേപോലെ തന്നെ അവരുടെ നല്ല ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബദൻ സിംഗ് നോക്കുമ്പോൾ ചെക്കന് നല്ല ഗവൺമെൻറ് ജോലിയുണ്ട്, ഫാമിലിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ എന്തായാലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ 2 ഫാമിലീസ് തമ്മിൽ സംസാരിച്ചു. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്തു.
വിവാഹം കഴിഞ്ഞ് രാജസ്ഥാനിൽ വന്നിട്ട് പുഷ്പേന്ദ്രയുടെ വീട്ടിൽ ഈ ഒരു സുധ താമസമാക്കുകയാണ്. അപ്പോൾ CRPF ആയതുകൊണ്ട് തന്നെ പുഷ്പേന്ദ്രക്ക് വലിയ ലീവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ജോലിക്കായിട്ട് തിരിച്ചു പോവുകയായിരുന്നു. ഡൽഹിയിലായിരുന്നു ആ ടൈമിൽ ആൾക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസം മാത്രമേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അതിനുശേഷം ആൾ ജോലിക്ക് പോയി. ഇവരാണെന്നുണ്ടെങ്കിൽ അമ്മായച്ചൻ്റെയും അമ്മായിയമ്മയുടെയും അതുപോലെ തന്നെ അനിയൻ്റെയും കൂടെ ആ വീട്ടിൽ താമസവും തുടങ്ങി. ആ വീട്ടിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ പണിയും ഈ ഒരു സുധ തന്നെയായിരുന്നു ചെയ്തിരുന്നത്, വീട്ടിലത്തെ ജോലികളെല്ലാം തന്നെ. എന്നാലും എന്തൊക്കെ ചെയ്തിട്ടും പുഷ്പേന്ദ്രയുടെ അമ്മയ്ക്ക് അത് മതിയാകുന്നുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഇവർ പ്രഗ്നൻ്റ് ആവുകയാണ്. അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുഞ്ഞ് പിറക്കുകയും ചെയ്തു. ആ പയ്യനാണ് അനുരാഗ് ചൗധരി. അങ്ങനെ ഇവർക്കൊരു കുഞ്ഞുണ്ടായതിന് ശേഷവും ഇവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കുറഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് കുഞ്ഞിനെ നോക്കണം, അതുപോലെ തന്നെ വീട്ടിലത്തെ ജോലികളെല്ലാം തന്നെ ചെയ്യണം. എന്നാൽ ഇത്രത്തോളം ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ളൊരു അപ്രീസിയേഷൻ കൊടുത്തില്ലെങ്കിൽ വേണ്ട, കുറ്റം പറയാതിരിക്കുക എന്നുള്ളൊരു മിനിമം മര്യാദ പോലും ആ ഒരു പുഷ്പേന്ദ്രയുടെ അമ്മ കാണിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. സുധ എന്ത് ചെയ്താലും ഏത് ചെയ്താലും കുറ്റമായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലത്തെ ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്മായിയമ്മയുടെയും മരുമകളുടെ ഇടയിലുള്ള അടി പതിവ് കാഴ്ചയായിരുന്നു ആ ഒരു വീട്ടിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള അടി വൻ ഇഷ്യൂ ആവുകയാണ്. പുഷ്പേന്ദ്ര ഇതിൽ ഇടപെടുകയാണ്. ആൾ പൂർണ്ണമായും അമ്മയുടെ സൈഡിൽ നിന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ തൻ്റെ മകൻ ഏകദേശം 6 മാസം മാത്രം പ്രായമുള്ള ടൈമിൽ അവർ ആ ഒരു വീട് വിട്ടിറങ്ങുകയായിരുന്നു. അതിനുശേഷം അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോർട്ടിൽ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഡിവോഴ്സ് ലീഗലി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനിടയിൽ സുധയുമായിട്ട് വേർപിരിഞ്ഞ പുഷ്പേന്ദ്ര സുശീല എന്ന് പറയുന്ന വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. അതായത് ഇവർ വേർപിരിഞ്ഞ ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു ബന്ധത്തിൽ ആൾക്ക് ഒരു ആൺകുഞ്ഞു കൂടെ പിറക്കുകയായിരുന്നു. എന്നാൽ ലീഗലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ആളുടെ വൈഫായിട്ടുണ്ടായിരുന്നത് സുധ തന്നെയായിരുന്നു. കാരണം ഡിവോഴ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ സുധാ ചൗധരിയും അതുപോലെ തന്നെ പുഷ്പേന്ദ്രയും തമ്മിൽ ലീഗൽ ബാറ്റിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് ഈ ഒരു സുധാ ചൗധരി മരിക്കുന്നതിനും ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പുഷ്പേന്ദ്ര ചൗധരി മരണപ്പെടുകയായിരുന്നു. ഒരു CRPF ഉദ്യോഗസ്ഥൻ മരിച്ചത് കൊണ്ട് തന്നെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആളുടെ അവകാശിക്ക് ലഭിക്കുകയാണ്. അപ്പോൾ പേപ്പറിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന അവകാശം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധാ ചൗധരി ആയിരുന്നു. അപ്പോൾ ആ എമൗണ്ട് കംപ്ലീറ്റ് അവർക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ആളുടെ പെൻഷനും കാര്യങ്ങളും ബാക്കി ആനുകൂല്യങ്ങളും എല്ലാം തന്നെ സുധാ ചൗധരിക്ക് ലഭിക്കുകയായിരുന്നു. ഇത് ആ ഒരു ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് ആളുടെ ഫാമിലിക്കും അതേപോലെ തന്നെ ആളുടെ സെക്കൻഡ് വൈഫായിട്ടുള്ള സുശീലക്കും വലിയ ഒരു തലവേദനയായിട്ട് മാറുകയാണ്. സുധയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തനിച്ച് ജീവിച്ച് തുടങ്ങിയല്ലോ, അതിനുശേഷം അവർക്കൊരു വരുമാനം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബിസിനസ്സിൽ അവരൊരു പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ മാനുഫാക്ചറിങ് പ്ലാന്റ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഭരത്പൂർ ആയിരുന്നു അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു. വേറെ ചില പരിപാടികൾ ഉണ്ടായിരുന്നു, പൊതുപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വാർഡിൽ ഇലക്ഷൻ എന്നിട്ട് അവർ തോറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലൊക്കെയാണ് ഇങ്ങനെ ആള് മരിക്കുന്നതും ആളുടെ കംപ്ലീറ്റ് ആനുകൂല്യങ്ങൾ ഈ ഒരു സുധാ ചൗധരിക്ക് വരുന്നതും. ഇത് സുശീലക്കും സുധയ്ക്കും ഇടയിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇതിന് ശേഷം സുശീല ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പേന്ദ്ര ചൗധരിക്ക് ഓൾറെഡി കുറേ ലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലാൻഡൊക്കെ തൻ്റെ പേരിലോട്ടാക്കാനായിട്ട് ഇവർ പണിയെടുക്കുകയായിരുന്നു. അതായത് കുറേ ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ലാൻഡും കാര്യങ്ങളൊക്കെ അവരുടെ പേരിലോട്ടാക്കി. എന്നാൽ ഇത് സുധ അറിയുകയായിരുന്നു. ഉടനെ തന്നെ അതിൻ്റെതിരെ ഒരു കേസ് കൊടുക്കുകയും ചെയ്തു. അതിൽ അവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും കൂടെ ആയപ്പോൾ അവർ തമ്മിൽ വൻ അടിയാവുകയാണ്. അതിനിടയിൽ ഈ പുഷ്പേന്ദ്രയുടെ അനിയനായിട്ടുള്ള മനോജ് വന്നിങ്ങായിട്ട് ഈ ഒരു സുധയുടെ വീട്ടിൽ പോയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അതായത് ചേട്ടൻ്റെ ആനുകൂല്യങ്ങളും പൈസയും പെൻഷനും കാര്യങ്ങളൊക്കെ സുശീലക്ക് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയും, ജീവിക്കാനായിട്ട് സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തൽ പതിവായിരുന്നു. ചേട്ടൻ്റെ പണവും പെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും സുശീലക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയയോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു മനോജ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ അനുരാഗ് എന്ന് പറയുന്ന പയ്യന് തൻ്റെ ചെറിയച്ഛനായിട്ടുള്ള മനോജിൻ്റെ മേൽ സംശയം തോന്നുന്നത്. അതുപോലെ തന്നെ ബൈക്കിൽ 2 പേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ, 2 പേരും മുഖംമൂടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പയ്യൻ പറയുന്നത് അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ ഫീച്ചേഴ്സ് കറക്റ്റ് തൻ്റെ ചെറിയച്ഛനായിട്ടുള്ള മനോജിൻ്റെ പോലെ ആയിരുന്നു എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. അതായത് ആളുടെ കുറച്ച് ഭാഗം അവൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതും അതേപോലെ തന്നെ എന്താ പറയുക, ഫിസിക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് മനോജിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒരു പയ്യൻ കംപ്ലൈൻറ്റിൽ കൂട്ടിച്ചേർക്കുകയാണ്.
അപ്പോൾ പോലീസുകാരെന്തായാലും കംപ്ലൈൻറ്റ് എടുത്തിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അവരാദ്യം തന്നെ നേരെ മനോജിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആളുടെ ഫോണിലോട്ട് ട്രൈ ചെയ്തപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ പോലീസിന് വീണ്ടും സംശയം ഉണ്ടാക്കുകയാണ്. കാരണം ഇതിലൊന്നും ആൾക്ക് പങ്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ജസ്റ്റ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ആളിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ഒളിവിൽ പോയിരിക്കുന്നതും. അങ്ങനെ പോലീസുകാർ ഈ ഒരു മനോജ് ചൗധരിക്ക് വേണ്ടിയിട്ട് വല വിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ആളുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ക്രൈമിൽ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നും മറ്റും അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒരു കാര്യം പോലീസിൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. ഇയാൾ റെഗുലറായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സുശീലയായിരുന്നു. യെസ്, ആളുടെ ചേട്ടത്തിയായിരുന്നു ആൾ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ 2 ദിവസം കൊണ്ട് ഈ ഒരു മനോജിനെയും അതുപോലെ തന്നെ സുശീലയെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരെ രണ്ടുപേരെയും ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുകയായിരുന്നു. അനുരാഗ് എന്ന് പറയുന്ന ആ പയ്യൻ കൊടുത്ത കംപ്ലൈൻറ്റിലുള്ളത് പോലെ തന്നെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ വിവാഹം കഴിഞ്ഞു, അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് ഒരു 6 മാസമായപ്പോൾ ആദ്യത്തെ ഭാര്യ തൻ്റെ ചേട്ടനുമായിട്ട് പിരിഞ്ഞു പോവാണ് ഉണ്ടായത്. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സുശീലയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവോഴ്സിൻ്റെ ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനിടയിൽ ചേട്ടൻ മരിച്ചപ്പോൾ ക്യാഷിൻ്റെ ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ 2 ഫാമിലിയും തമ്മിൽ വല്ലാത്ത രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നതായിട്ട് അവരും സമ്മതിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ പൈസയും പെൻഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം തന്നെ ഈ ഒരു സുശീലയുടെ പേരിലോട്ട് ആക്കണം എന്നുള്ളതായിരുന്നു. അതിനുശേഷം സുശീലയും അതുപോലെ തന്നെ മനോജും കൂടെ വിവാഹം ചെയ്യാന്നുള്ളത് കൂടെ ഇവരുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു. യെസ്, തൻ്റെ മരിച്ചുപോയ ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള സുശീലയെ വിവാഹം കഴിക്കാനായിട്ട് ഈ ഒരു മനോജ് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് അവർ ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫോർജ് ചെയ്യുന്നതും അതേപോലെ തന്നെ ലാൻഡും കാര്യങ്ങളും എല്ലാം തന്നെ സുശീലയുടെ പേരിലോട്ട് മാറ്റുന്നതും, ഈ പുഷ്പേന്ദ്ര ചൗധരിയുടെ പേരിലുണ്ടായിരുന്ന ലാൻഡും കാര്യങ്ങളൊക്കെ. ഈ ഒരു മനോജും സുശീലയും ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാ ചൗധരി ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഒരു പൈസയും കിട്ടൂല. അതായത് പെൻഷനും കാര്യങ്ങളൊക്കെ സുധക്കാണ് കിട്ടുന്നത്, ആനുകൂല്യങ്ങൾ എല്ലാവർക്കാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ലാൻഡിൻ്റെ പേരിൽ കുറച്ച് തരികേട് ചെയ്തപ്പോൾ അത് പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സുധാ ചൗധരിയെ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൻഷൻ്റെ ഫണ്ടും തങ്ങൾക്ക് വരും, അതേപോലെ തന്നെ ബാക്കിയുള്ള ഫണ്ടും ആനുകൂല്യങ്ങളും എല്ലാം തങ്ങൾക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ലാൻഡിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ തീരുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാ ചൗധരി ഇല്ലാതാകണം. അതിനൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സുശീലയുടെ അനിയനായിട്ടുള്ള മാധവിനെ പോയിട്ട് മനോജ് കാണുകയാണ്. അപ്പോൾ മാധവ് പറഞ്ഞു, എനിക്ക് ഉത്തർപ്രദേശിൽ കുറച്ച് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ശല്യം ഒഴിവാക്കി തരും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അങ്ങനെ ഒരു 5 ലക്ഷം രൂപയ്ക്ക് അവർ ഡീലും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം ഈ മാധവ് എന്ന് പറയുന്ന പയ്യൻ നേരെ ഉത്തർപ്രദേശിൽ പോവുകയാണ്. അവിടെ നിന്ന് ഒരു മൈനർ പയ്യനെ സെറ്റാക്കുകയാണ്. ആ പയ്യന് 1 ലക്ഷം രൂപ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏൽപ്പിച്ചു. അപ്പോൾ ആ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കൊല ചെയ്യാനായിട്ട് ആ പയ്യൻ തയ്യാറാവുകയാണ്. അതേപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് 4000 രൂപ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പയ്യൻ നേരെ രാജസ്ഥാനിലോട്ട് എത്തുകയായിരുന്നു ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം സുശീലയും മനോജും മാധവും അതുപോലെ തന്നെ ഈ ഒരു പയ്യനും കൂടെയും ഒരുമിച്ച് കൂടുകയാണ്. അവർ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഈ സുധ എപ്പോഴൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അവരുടെ റൂട്ടും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അനലൈസ് ചെയ്യാണ്. അത് ഈ പയ്യൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ പയ്യൻ ആ സ്ത്രീയെ കാണിച്ചു കൊടുത്തു. കറക്റ്റ് മാർക്ക് ചെയ്യാണ് ഇവർ ആ ഒരു സ്ത്രീയെ. ഇവർ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സുധ തൻ്റെ മാനുഫാക്ചറിങ് പ്ലാനിലോട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നത് പതിവായിരുന്നു. അതിനിടയിൽ തന്നെ ഈ ഒരു കൃത്യം നടത്താമെന്നുള്ളൊരു പ്ലാനിലോട്ട് അവരെത്തുകയാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി, ജൂൺ 24. അന്നത്തെ ദിവസം ഇതൊന്നും അറിയാതെ സുധയും മകനും അവരുടെ സ്കൂട്ടിയിൽ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇവരുടെ ബാക്കിൽ ഓൾറെഡി 2 പേര് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതാരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 17 വയസ്സുള്ള പയ്യനും അതുപോലെ തന്നെ മനോജും ആയിരുന്നു. ഇവർ മുഖവും കാര്യങ്ങളൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പീഡ് ബ്രേക്കറിൻ്റെ അവിടെ വെച്ചിട്ട് അനുരാഗ് ഈ ഒരു ബൈക്ക് സ്ലോ ആയപ്പോൾ കറക്റ്റ് ഇവർക്ക് ടൈമിങ് കിട്ടുകയാണ്. ആ ടൈമിൽ താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെടുത്തിട്ട് ഈ മൈനർ പയ്യൻ ആ സ്ത്രീയെ വെടിവെക്കുകയായിരുന്നു. അതിനുശേഷം അവർ 2 പേരും അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. പിന്നെ ഈ പയ്യന് ബാക്കി ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തു സെറ്റിൽ ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. ഈ കഥയും കാര്യങ്ങളൊക്കെ പോലീസുകാർ അറിഞ്ഞപ്പോൾ ഈ പയ്യനെയും അതുപോലെ തന്നെ സുശീലയുടെ അനിയനായിട്ടുള്ള മാധവിനെയും കൂടെ പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.